പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന, എൻ്റെ മെസ്സേജ് കേൾക്കുന്ന, പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലും വചനത്തിനു മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ബലഹീനരായ അടിയങ്ങളെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കും സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഇടങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. നമ്മൾ പലപ്പോഴും കർത്താവിനെ മനസ്സിലാക്കാതെ പോകുന്ന ചില ഇടങ്ങൾ, കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾക്ക് സാധിക്കുന്നില്ല. അതുമല്ല, കർത്താവിൻ്റെ സമയം എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോകുന്നു. ജീവിതത്തിൻ്റെ പരാജയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. നമ്മുടെ ഉടമസ്ഥൻ ദൈവമാ. നമ്മുടെ ഉടമസ്ഥന്റെ ആ മനസ്സ് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്പം കഴിയട്ടെ, ഞാൻ മാനസാന്തരപ്പെടാം, കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ, ദൈവമായുള്ള ബന്ധത്തിൽ ഞാൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ കടന്നു പോകും. പക്ഷേ നമ്മുടെ സമയമൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മുടെ ആയുസ് എപ്പോഴാണെന്ന് തീരുന്നത് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും കഴിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ആടി ഉലയുന്ന ജീവിതത്തിലെ വാർത്തകളും അനുഭവങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ പലപ്പോഴും വേദനിപ്പിക്കുന്നു. ഇന്നലത്തെ നടക്കുന്ന വാർത്തകൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. എന്നാൽ ഇന്നും അനുതാപത്തോടെ അടുത്ത് ചെല്ലുമെങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന നല്ലൊരപ്പനുണ്ട്. ആ കർത്താവിന് ഒപ്പം നടന്നാൽ ഇതുപോലെ നമുക്കെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സ്നേഹിതൻ വേറെ ഇല്ല. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഒറ്റപ്പെടൽ. ഒന്ന് കേൾക്കാനോ അല്പം മറ്റുള്ളവരുടെ സങ്കടം കേൾക്കാനോ ആർക്ക് സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്കുള്ള ആവശ്യങ്ങൾ സാധിക്കുന്നവരെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ അല്പം ഒന്നിരുന്ന്, ദാവീദ് പറഞ്ഞ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അല്പസമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒറ്റയ്ക്കൊന്നിരുന്ന് നോക്കിയേ, ഒറ്റയ്ക്കൊന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക മാത്രമല്ല, വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ കഷ്ടത മാറുമെന്നോ നമ്മുടെ പ്രതിസന്ധി മാറുമെന്നോ നമ്മുടെ പ്രശ്നം മാറുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പകരും. കർത്താവ് പറയുന്ന, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. അതുകൊണ്ട് പരാജയപ്പെട്ട ഇടങ്ങളെ മാത്രം നോക്കി വേദനിക്കാതെ നമ്മൾ ജയിക്കുന്നവരായി തീരാൻ. നമ്മുടെ കർത്താവ് ജയാളിയാ. ജയിച്ച കർത്താവിനെ നോക്കി ഈ ദിവസങ്ങളിലെ കർത്താവിനോടൊപ്പം നമ്മുടെ ചൂട് വെക്കാൻ നമുക്ക് സഹായിക്കണം. ഒരു താലന്ത് ലഭിച്ച മനുഷ്യനും പരാജയപ്പെട്ട ഇടങ്ങളുണ്ട്. അനുതാപത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇന്ന് പകൽ മടങ്ങിച്ചെല്ലാം. സക്കായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് സന്തോഷത്തിൻ്റെ ഒരു മടക്കയാത്രയായിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി കാട്ടത്തിന്മേൽ കയറി സക്കായി. തൻ്റെ പൊക്കക്കുറവ് കൊണ്ട് യേശുവിനെ കാണാൻ വേണ്ടി കാട്ടത്തിന്മേൽ കയറി. പക്ഷേ എന്നാൽ സക്കായി യേശുവിനെ കാണുന്നതിന് മുമ്പേ യേശു സക്കായിയെ കണ്ടു. ഇന്ന് പകല് ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഭവത്തിൽ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ കാണുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ഒരു കർത്താവുണ്ട്. ആ സക്കായിയുടെ ജീവിതത്തിന്റെ തിരിച്ചറിവാണ് ആ സക്കായിയെ ആനന്ദത്തോടെ തിരിച്ചു വരുവാൻ കഴിഞ്ഞത്. തിരിച്ചറിവുകളുടെ ഒരു മടക്കയാത്രയിൽ സന്തോഷത്തോടും ആനന്ദത്തോടും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവാൻ ഇടയാക്കി. മാതാപിതാക്കൾ പെരുന്നാളിന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞ് ഒപ്പമില്ലെന്ന്. പല അനുഗ്രഹങ്ങളും നമ്മുടെ മുൻപിൽ തിരിച്ചറിവുകളായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കണം. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് മനസ്സിലായി സന്തോഷത്തോടൊപ്പം അവരോടൊപ്പം ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കി. എവിടേക്കാണ് നാം മടങ്ങി ചെല്ലേണ്ടത്? അപ്പൻ്റെ അടുത്തേക്ക്. അടുത്ത വർഷമല്ല, അടുത്ത മാസമല്ല, ഇന്നാണ് രക്ഷയുടെ ദിവസം എന്ന് നമുക്ക് പറയണം. ആ മുടിയനായ പുത്രന് സുബോധം ലഭിച്ചു. സുബോധം വീണ് കിട്ടിയപ്പോൾ ഉടൻ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഇന്നും അനുതാപത്തോടെ, ഏറ്റുപറച്ചിലോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നെങ്കിൽ ഇന്നും ആ സ്നേഹത്തോടെ രണ്ട് കരവും നീട്ടി നമ്മളെ മാറോട് ചേർക്കുന്ന നല്ലൊരു പിതാവ് നമ്മൾക്കുണ്ട്. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും ഒക്കെ കണ്ട് അത് വിളിച്ചു പറഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ പഴിചാരിക്കൊണ്ട് നടക്കുമ്പോൾ കർത്താവ് നമ്മുടെ ബലഹീനതകളും പരാജയങ്ങളും പരാതികളും പരിഭവങ്ങളും ഒന്നും ഓർക്കാതെ നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ അനുതാപത്തോടെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റുപറച്ചിലോടെ കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ നമ്മളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. അതുകൊണ്ട് അനുതാപത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനം എല്ലാവരുടെ മേലും ലോകമെമ്പാടും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.